തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനം ഉയരുന്നതിനിടയിലാണ് ED റെയ്ഡും പുതിയ സംഭവവികാസങ്ങളും. ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തേക്ക് മാറിയ പാർട്ടി പിണറായി വിജയന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്ന് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി നടത്തുന്ന പ്രതിരോധം പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കൂടുതൽ കരുത്തനാക്കുകയാണോ? വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, പിണറായി വിജയനെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ ഒക്കെ കമ്മിറ്റികളിൽ ഉയർന്നു വന്ന വിമർശനം നമുക്ക് മുമ്പിലുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുമൊക്കെ ഉയർന്നു വന്നതാണ്. ഇവിടെ പിണറായിക്കെതിരെ ഒരു ED നീക്കം ഉണ്ടാകുമ്പോൾ പാർട്ടി പക്ഷേ ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുന്നു, പ്രതിപക്ഷ നേതാവിന് സംരക്ഷണം തീർക്കുന്നു. പിണറായി കൂടുതൽ കരുത്തനായി മാറുകയാണോ റഹീസ് റഷീദ്? ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ റെയ്ഡും അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങളും പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിന്, പ്രതിപക്ഷ നേതാവിന് ഗുണമാകുന്നു രാഷ്ട്രീയമായി എന്ന് പറയേണ്ടി വരും. എന്ന് വച്ചാൽ പാർട്ടിക്കകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ലോക്കൽ കമ്മിറ്റികൾ വരെയുള്ള തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുമ്പോൾ പ്രതിസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി MLA സ്ഥാനം രാജിവെക്കണം എന്ന തരത്തിൽ വരെ പാർട്ടി അണികൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും സംസാരിക്കുന്ന കാഴ്ച കണ്ടു. ഇന്നത്തോടുകൂടി പിണറായിക്ക് പിന്നിൽ പഴയപടി പാർട്ടി അണിനിരക്കുന്ന കാഴ്ച കണ്ടു. സംസ്ഥാന സെക്രട്ടറി പിണറായിക്ക് വേണ്ടി ഗേറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് ഗോ ബാക്ക് ED എന്ന മുദ്രാവാക്യമേറ്റ് വിളിക്കുന്ന കാഴ്ച കണ്ടു. അക്ഷരാർത്ഥത്തിൽ പിണറായി വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡും മറ്റും വന്നതോടുകൂടി പാർട്ടി ഒന്നാകെ, പാർട്ടി അണികൾ നേതാക്കൾ എന്ന വ്യത്യാസമില്ലാതെ പിണറായിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പിണറായിക്ക് ഗുണകരമാണെന്ന് പറയേണ്ടി വരും. ശരി, റഹീസ് റഷീദ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവെക്കുകയായിരുന്നു.